നമസ്കാരം. ഞാൻ ദിനേശ് സവർണിക. നല്ല 2 മഴ കിട്ടി. അടീനിയത്തെ പോലെയല്ല. ബോഗൺവില്ല തെളിഞ്ഞു നിൽക്കുന്ന ബോഗൺവില്ലയൊക്കെ പൂക്കളൊക്കെ ഒന്ന് തൂങ്ങാൻ തുടങ്ങും. കാരണം വെള്ളം ഇതിൽ കളക്ട് ആയി കഴിഞ്ഞാൽ അത് തൂങ്ങി കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഒരു മഴയ്ക്ക് ശേഷം ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല വെയിലത്തായിരിക്കണം ബോഗൺവില്ല വെക്കേണ്ടത്. അങ്ങനെ ബോഗൺവില്ല നല്ല വെയിൽ ഉള്ള സ്ഥലത്താണ് വെക്കണമെങ്കിൽ ഇതിലിപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തു. ഇതിലുള്ള വെള്ളമൊക്കെ ഇപ്പം തന്നെ വേപ്പറായി തുടങ്ങും. ചൂടായി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. യാതൊരു തരത്തിലുള്ള കേടും വരില്ല. അത് കരുതിയിട്ട് ഇതിൽ ഫംഗസ് ഇൻഫെക്ഷൻ മരുന്ന് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മൂപ്പ് കൂടിയ പൂവാണെങ്കിൽ പൂവ് ഉണ്ടായിട്ട് കുറേ ദിവസം കഴിഞ്ഞു കൊഴിയാറായി നിൽക്കുന്ന എൻ്റെ കുറച്ച് ചെടികൾ അങ്ങനെ കൊഴിയാറായി തുടങ്ങിയ ചെടികളുണ്ട്. അതിന് ഞാൻ ഇപ്പോൾ പൂവ് കൊഴിയാറായി എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഒരാഴ്ച മുന്നേ കഴിഞ്ഞ ഞായറാഴ്ച വളം കൊടുത്തു. ഇപ്പോൾ ആട്ടിൻകാട്ടം പൊടിച്ചതും പിന്നെ മണ്ണിര കമ്പോസ്റ്റും ഇട്ട് കൊടുത്തു. DAP ഒരു 1/4 സ്പൂണ് ഓരോ ചെടിക്കും ഇട്ട് കൊടുത്തു. ഇത്രയും ഇത് ഞാൻ പൂവ് കൊഴിയാറായ സമയത്ത് ചെയ്തു കൊടുത്തതാ. ഇന്നലെ നന്നായിട്ട് വീണ്ടും മഴ പെയ്തു. ഇന്നലെ നന്നായി മഴ പെയ്തപ്പോൾ ഒരു 5 ദിവസം മുന്നെയാണ് 5 ദിവസം മുന്നെയാണ് ഞാൻ വളം കൊടുത്തത്. ഇപ്പം വളം കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ ഇനിയിപ്പോൾ ഈ ചെടിക്ക് പുതിയ പൂവാണ്. ബാക്കിയുള്ള ചെടികൾക്ക് പഴയ പൂവ് ഇങ്ങനെ കൊഴിയാറായി തുടങ്ങി. ഇനി ചെയ്യേണ്ടതെന്ന് പറയാം, ആ പൂവിൽ വെള്ളം കെട്ടിയിട്ട് ഈ പൂവെല്ലാം കൂടി ഇങ്ങനെ ഒട്ടി നിൽക്കും. ഒട്ടി നിന്നാൽ അവിടെ ഫംഗസ് വരും. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോവാതെ വന്നാൽ ഫംഗസ് വരും. നല്ല വെയിലത്തിരിക്കുന്ന ചെടികളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടുതൽ പൂവ് ഒട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ പഴയ പൂവ് പെട്ടെന്ന് തന്നെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയുക. എല്ലാം കട്ട് ചെയ്തല്ല, കുറച്ച് ചെടിയുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. കൂടുതൽ ചെടിയുള്ളവർക്ക് മുറിക്കാൻ പറ്റില്ല. വെയിലത്ത് നിന്നാലും കുഴപ്പമില്ല. ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്ന് കരുതുക. ഒരു 3-4 ദിവസം നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് താനേ അവിടെ ഇരുന്നിട്ടൊരു വെള്ള പൂപ്പൽ പോലെയൊക്കെ വരും അതിൻ്റെ മേലെ. എന്നിട്ട് അത് മെല്ലെ കൊഴിഞ്ഞു വീഴും. ഈ കൊഴിഞ്ഞു വീണ ഇതിൻ്റെ അടിയിലേക്ക് തന്നെ വീണ ഫംഗസ് ഇതിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഫംഗസ് ഇതിനെ എഫക്റ്റ് ചെയ്യാത്ത ചെടിയാണെങ്കിലും നിങ്ങൾ എടുത്ത് കളയുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കേടാവാറായ പൂവ്, പൊഴിയാറായ പൂവ് ഉണ്ടെങ്കിൽ കളഞ്ഞോളൂ. ഇത് ഫ്രഷ് പൂവാ. ഇത് വിരിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി മഴ പെയ്തു, ചെടികൾ നല്ല ഉഷാറിൽ നല്ല ഉണർവിലാണ്. കാരണം അതിൻ്റെ പൊടിപടലങ്ങളൊക്കെ പോയിട്ട് പ്രകാശ സംശ്ലേഷണത്തിന് വളരെ ഉഷാറായിരിക്കുകയാണ്. കാരണം ഇന്നൊക്കെ നല്ല ആഹാരം സ്വീകരിക്കും. കാരണം അതിൻ്റെ മേലുള്ള പൊടിയൊക്കെ പോയി നന്നായി വാഷ് ഔട്ടായി. പിന്നെ നല്ല വെള്ളം ഇതിലേക്ക് കിട്ടും ചെയ്തപ്പോൾ ഒന്ന് എനർജി കൂടി. ഈ വളമൊക്കെ അതിലേക്ക് നമ്മൾ കൊടുത്ത മുന്നത്തെ വളങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വളം കൊടുത്തു പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ വെള്ളിയാണ്. അടുത്ത ഞായറാഴ്ച 2ാം ഘട്ടമായിട്ട് ലേശം വളം കൊടുക്കാം. ഇതിൽ DAP കൊടുക്കാം. 30-10 സ്പ്രേ ചെയ്യാം. ഇനി എല്ലാ ആട്ടുംകാട്ടോ പിന്നെ ജൈവവളങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനങ്ങൾ പൊടിച്ചിട്ട് അതിങ്ങനെ ഇതിലേക്ക് പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുത്ത് മണ്ണ് സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പൂവ് കഴിയുമ്പോഴേക്കും അടുത്ത ഇലഞ്ഞെട്ടികളുടെ ഇടയിൽ നിന്ന് പുതിയ പൂവുകൾ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഒരു കാരണവശാലും കണ്ടിന്യൂസ് ആയിട്ട് പൂ കിട്ടാത്ത അവസ്ഥ ഇനി മുതൽ നിങ്ങളുടെ ബോഗൺവില്ലയിൽ ഉണ്ടാവരുത്. അപ്പോൾ ഇന്നലെ ഒരു വീട്ടമ്മ പിന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നിറയെ പൂവുണ്ടായി. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് എല്ലാം പ്രൂൺ ചെയ്തു. ഇനി എത്ര ദിവസം കഴിയും പൂവുണ്ടാവാൻ? ഞാൻ പറഞ്ഞു ഇനി ചിലപ്പോൾ ഒരു 10, 15, 20 ദിവസത്തിൽ ആവും പൂവ് ആയി വരാൻ. കാരണം പുതിയ പൊടിപ്പ് വന്നിട്ട് വേണ്ടേ. ഒരിക്കലും അങ്ങനെ ചെയ്ത് നിങ്ങൾ ലൈവായിട്ട് പൂവ് ഉണ്ടാക്കിയുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു പൂവ് അപ്പോൾ ഈ പൂവിൻ്റെ കാലഘട്ടം കഴിയാറാവുമ്പോഴേക്കും നിങ്ങൾ നൈട്രജൻ വളങ്ങൾ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെടീനെ പിന്നെ വളരാനുള്ള ഒരു ഉഷാറ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും കുറച്ചും കൂടി ഇതിനിങ്ങനെ മങ്ങി തുടങ്ങാറാവുമ്പോൾ ഒരു തവണ പൊട്ടാഷ് കൊടുക്കുക. പൊട്ടാഷ് കൊടുത്തിട്ട് ചെറിയ തോതിൽ പൊട്ടാഷ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മുഴുവൻ പിന്നെ കൊഴിയാറാഴ്ച ഉണക്കം തുടങ്ങിയ പൂക്കൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. അത് ഉണക്കം കാണുന്ന ചെടികൾ മാത്രം, പൂക്കൾ മാത്രം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ബാക്കി കുറച്ച് ഭാഗത്ത് പൂക്കൾ ഉണ്ടാവും. പിന്നെ ഈ ഉണക്കം ബാധിച്ച ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലഞ്ഞെട്ടിയുടെ അവിടെ നമ്മൾ 2 തവണ വളവും കൊടുത്തു. അപ്പം തന്നെ അവിടെ പൊടിപ്പ് വന്നിട്ടുണ്ടാവും. ഇല ഇങ്ങനെ പൊന്തി നാമ്പ് വന്നിട്ടുണ്ട്. ആ നാമ്പ് പൂവായിട്ട് മാറും. അപ്പം അത് ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിലോ മുതിർന്ന ആളുകളുണ്ടെങ്കിലോ ഒന്ന് നിരീക്ഷിക്കുക. കുറച്ച് നേരം ചെടിയുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ചെടിയിൽ വെറുതെ പൂവ് ഉണ്ടാവുകയാണോ, ഇനി പൂവ് കഴിഞ്ഞാൽ അടുത്ത് പൊടിപ്പ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ നോഡുകൾ, അതായത് മുകുളങ്ങൾ കാണാൻ പറ്റും. ആ കാണാൻ പറ്റുകയാണെങ്കിൽ ത്രൂ ഔട്ട് പൂവാണ്. അതായത് മെയ് ലാസ്റ്റ് വരെ, ജൂൺ വരെ നിങ്ങൾക്ക് പൂവുണ്ടാക്കാം.
അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ, അതൊരു ആർട്ടാണ്. അല്ലാതെ വെറുതെ പൂവുണ്ടാവുന്നു, കുറച്ച് കട്ട് ചെയ്ത് കളയുന്നു, പിന്നെയും പ്രൂൺ ചെയ്യുന്നു, പിന്നെ കുറേ ഒരു 1.5 മാസം കഴിഞ്ഞ്. അപ്പോൾ ചില ആൾക്കാർ ഒരു നവംബറിൽ പൂവുണ്ടായി, പിന്നെ ഡിസംബർ ആയപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തു, പിന്നെ ഫെബ്രുവരിയിലാണ് പൂവുണ്ടായത്, അത് കഴിഞ്ഞ് പ്രൂൺ ചെയ്തപ്പോൾ പിന്നെ ഏപ്രിൽ ഉണ്ടായി, അപ്പോഴേക്കും മഴ കഴിഞ്ഞു, വേനൽ മഴ വന്നു, ഇവിടെ പോയി. ഈ അവസ്ഥ ആവരുത്. കംപ്ലീറ്റ് ടൈമിലും പൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കൃത്യമായി ഒന്ന് പരിചരിച്ചു നോക്കൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നിരീക്ഷിക്കുക. ഇതിലെ മുകുളങ്ങൾ ഇങ്ങനെ ഇടയിൽ ഈ പൂവ് കഴിയാറാകുമ്പോഴേക്കും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ മുകുളങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. മുകുളങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്രിയൻ്റ് കൊടുക്കുക. ഇനി മുകുളങ്ങൾ വരുന്നില്ലെങ്കിലും അതിന് പെട്ടെന്ന് മുകുളങ്ങൾ വരുത്താനുള്ള വളവും പ്രയോഗങ്ങളും ഇതിലിട്ട് വേഗം വരുത്താൻ പറ്റും. അത് തന്നെയല്ലേ നഴ്സറികളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എപ്പോഴും പൂവാണ്. എല്ലാ നഴ്സറികളിലും അല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ അടുത്ത് എപ്പോഴും പൂവുണ്ടായിരിക്കും. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്കും അത് ചെയ്യാം. ഇതിൽ മാജിക്കോ ടെക്നിക്കോ ഒന്നുമില്ല. ഒരു നിരീക്ഷണം, ആ നിരീക്ഷണത്തിലൂടെ കിട്ടുന്ന അറിവ് അത് നമ്മൾ വളങ്ങളായിട്ട് ഇതിൽ പ്രയോഗിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. താങ്ക്